നമുക്ക് പറഞ്ഞു കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ ആൾക്കാരും, എല്ലാ സമൂഹങ്ങളും, കർത്താവിന്റെ സൃഷ്ടിയിലുള്ള എല്ലാ മക്കളും അവിടുത്തെ വചനം പാലിച്ച് അവിടുത്തെ വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ആ രക്ഷ നിത്യജീവനിലേക്കുള്ള രക്ഷയാണ്. നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതം അത് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് മരിച്ചവനായിരുന്നു, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മളെ സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് മഹത്വം വെളിപ്പെടുത്തി തന്നു. ആ ഒരു ആരോഹണം, ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, നന്മ മാത്രം ചെയ്യുവാൻ പഠിക്കുക. ഇന്ന് ലോകം പലവിധമായ ലഹരി പദാർത്ഥത്തിൻ്റെയും മദ്യത്തിൻ്റെയും നമ്മുടെ യുവതലമുറകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഈ വചനം അവരുടെ ഒരു ഹൃദയത്തിലേക്ക് യേശുവാൻ തക്കവിധം ദൈവമേ അവിടുന്ന് അവരുടെ മനസ്സുകളെ അവിടുന്ന് മാറ്റണമേ. യുവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളെയും എല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മക്കളാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് സമയത്തും നമുക്ക് ഈ യുവതലമുറയെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത ഒരു നന്മ നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായി, പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, എല്ലാവരെയും രക്ഷിക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു, അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബവും നമ്മുടെ കുടുംബത്തിലുള്ള മറ്റെല്ലാവരും സമൂഹങ്ങളും രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കർത്താവെ, ഈ ഒരു അവസരം ഈ തൊട്ടിൽ ഭാഗത്തുള്ള നിവാസികളോട് കൂടി ആയിരിക്കുവാൻ, അവർക്ക് കുറച്ച് കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ